നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വലിയ വിവാദമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് കണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയെ കാണാനില്ല. CPM പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് മുസ്ലിം ലീഗ് ആരോപണം. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കിപ്പുറം കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഒരു വലിയ ട്വിസ്റ്റ്, ഒപ്പം ഒരു പ്രണയകഥ. അതായത് ഒരു BJP-കാരനൊപ്പം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഒളിച്ചോടിപ്പോയി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. മജിസ്ട്രേറ്റിന് മുന്നിൽ കേസെത്തിയപ്പോഴാണ് ഈ നാടകീയ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. കണ്ണൂർ ചൊക്ലി ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗിലെ കാണാതായ വനിതാ സ്ഥാനാർത്ഥിയായ പെൺകുട്ടിയെയാണ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായത്. മജിസ്ട്രേറ്റിന് മുന്നിൽ പെൺകുട്ടിയെ ഹാജരാക്കിയതിന് തൊട്ടു പുറകെ തന്നെ ആ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനൊപ്പം അവരെ വിട്ടയച്ചുവെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഏറെ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിയൊരുക്കിയ സംഭവമാണ് ഇങ്ങനെ ഒരു പ്രണയകഥയിൽ അവസാനിച്ചിരിക്കുന്നത്. ചൊക്ലി ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരത്തിന് കീഴിൽ വാർഡ് UDF സ്ഥാനാർത്ഥി TP അറുവയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി കൊടുത്തത്. സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് മുന്നണികൾക്കിടയിൽ ചർച്ചയായി മാറിയിരുന്നു. സ്ഥാനാർത്ഥിയുടെ തിരോധാനത്തിന് പിന്നിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികളെന്ന രീതിയിൽ ആക്ഷേപവും ഉയർന്നിരുന്നു. ചൂടൻ ചർച്ചയായി ഇത് മാറി. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. BJP പ്രവർത്തകൻ കൂടിയായിട്ടുള്ള തൻ്റെ ഒരു സുഹൃത്തിനൊപ്പം ഇവർ ഒളിച്ചോടിപ്പോയി എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ അറുവയും ഒപ്പമുണ്ടായിരുന്ന ആൺ സുഹൃത്തുമായ യുവാവ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായത്. യുവാവ് BJP പ്രവർത്തകനാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ സ്ഥാനാർത്ഥിയെ CPM തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ആദ്യം മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ ആരോപിച്ചത്. മകളെ CPM-കാർ തട്ടിക്കൊണ്ടുപോയി തടങ്കലിലാക്കിയെന്ന് സംശയിക്കുന്നെന്ന് അറുവയുടെ മാതാവും പറഞ്ഞിരുന്നു. രാഷ്ട്രീയ തർക്കങ്ങൾ ഏറ്റവും കടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു സ്ഥാനാർത്ഥി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഒരുപക്ഷെ ഇനിയും വൈകിയിരുന്നെങ്കിൽ വലിയ വിവാദങ്ങൾക്കത് വഴിയൊരുക്കിയേനെ. പത്രികാ സമർപ്പണം മുതൽ വീട് കയറിയുള്ള പ്രചാരണം വരെ ഏറെ സജീവമായി നിന്ന ഒരു സ്ഥാനാർത്ഥിയാണ് തിരഞ്ഞെടുപ്പ് അടുത്ത് വോട്ടെടുപ്പിന് 3 ദിവസം മുൻപ് കാണാതായത്. അതിശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു വാർഡ് കൂടിയാണത്. UDF-ഉം LDF-ഉം ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുന്നു. അപ്പോഴാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ തന്നെ കാണാതായിരിക്കുന്നത്. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ പോയതെന്നാണ് യുവതി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുത്തത്. അങ്ങനെയാണ് യുവാവിനൊപ്പം മജിസ്ട്രേറ്റ് വിട്ടയച്ചത്. സ്ഥാനാർത്ഥിയെ കാണാതായതിനെ ചൊല്ലി രാഷ്ട്രീയമായി പല പിരിമുറുക്കങ്ങളും ചൊക്ലിയിൽ ഉണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അന്നു മുതൽ ഇന്നു വരെയും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ വേണ്ടി CPM പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ അവിടെ പയറ്റിയെന്നും അതിലൊന്നും തന്നെ വഴങ്ങാതെ നിന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹൈജാക്കിംഗ് ഉണ്ടായതെന്നാണ് ആരോപണം. 9-ാം വാർഡ് സ്ഥാനാർത്ഥിയെ അവർ ഹൈജാക്ക് ചെയ്തെന്നാണ് മുസ്ലിം ലീഗ് ചൊക്ലി പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള PK റഫീഖ് നേരത്തെ ആരോപിച്ചത്. അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന ഈ വാർഡിലെ വോട്ട് ഭിന്നിപ്പിക്കാൻ CPM പലതരത്തിലുള്ള നാടകങ്ങൾ നടത്തുന്നു എന്നാണ് UDF-ന്റെ ആരോപണം. സ്ഥാനാർത്ഥിയെ CPM അല്ലാതെ മറ്റാരും ഒളിപ്പിക്കാൻ സാധ്യതയില്ല എന്നുകൂടിയായിരുന്നു UDF-ന്റെ പ്രചാരണം. പക്ഷേ തങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധമില്ല, ഒരറിവുമില്ല എന്നാണ് LDF നേതാക്കളും വിശദീകരിച്ചത്. വിഷയത്തിൽ ഇടതുമുന്നണിക്ക് ഒരു പങ്കില്ലെന്നും സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് വിവാദം ഉയർത്തുന്നത് ശരിയല്ലെന്നുമാണ് CPM ലോക്കൽ സെക്രട്ടറിയായ T ജയേഷ് പ്രതികരിച്ചത്. സ്ഥാനാർത്ഥിയെ പാർട്ടി ഒളിപ്പിച്ചെന്നാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾ അത് സംബന്ധിച്ചൊരു കാര്യം ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, അല്ലാതെ പ്രത്യാരോപണങ്ങൾ ഉയർത്തുകയല്ല വേണ്ടതെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. അങ്ങനെയായിരുന്നു പിന്നീട് പരാതിയിലേക്ക് കടന്നത്. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ കാണാതായതോടെ UDF പ്രവർത്തകർ വലിയ നിരാശയിലായിരുന്നു. ആശങ്ക കൂടി ഉയർന്നിരുന്നു. വ്യാഴാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥിയില്ലാതെ പ്രചാരണത്തിന് ഇറങ്ങേണ്ടി വരുമോ എന്ന അനിശ്ചിതത്വം UDF-നെ സംബന്ധിച്ച് വലിയ തലവേദനകൾക്ക് വഴിയൊരുക്കിയിരുന്നു. കൊട്ടിക്കലാശത്തിലും അറുവ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പത്രികാ സമർപ്പണം മുതൽ വീട് കയറിയും മറ്റും സജീവമായി നിന്ന സ്ഥാനാർത്ഥിയെ 3 ദിവസമായി കാണാനില്ല എന്നുള്ളത് പ്രവർത്തകർക്കിടയിലും വോട്ടർമാർക്കിടയിലും ഒരുപോലെ ആശങ്ക ഉയർത്തിയതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും കോളുകൾ സ്വീകരിക്കുന്നില്ല എന്ന മറുപടി മാത്രമായിരുന്നു കിട്ടിയത്. അങ്ങനെയാണ് അറുവയെ കാണാനില്ലെന്ന് കാണിച്ച് മാതാവ് നജ്മ ചൊക്ലി പോലീസിൽ പരാതി കൊടുത്തത്. അങ്ങനെ അന്വേഷണത്തിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാനും കഴിയും. LDF-ൽ NP സജിതയും BJP-യിലെ പ്രഭിജയുമാണ് അറുവയുടെ എതിർ സ്ഥാനാർത്ഥികൾ. ചൊക്ലി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ അറുവ ശനിയാഴ്ച രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതിനു ശേഷം കാണാതാവുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.